എറണാകുളം കാക്കനാട് കസ്റ്റംസ് അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയും അമ്മയും സഹോദരിയും ജീവനൊടുക്കിയത് അറസ്റ്റ് ഭയന്നെന്ന് നിഗമനം. സഹോദരിയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് സിബിഐയുടെ ചോദ്യം ചെയ്യലാണ് കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും പോലീസ് വിലയിരുത്തുകയാണ്. മനീഷ് വിജയ് എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. മനീഷ് വിജയ്, സഹോദരി ശാലിനി, അമ്മ ശകുന്തള എന്നിവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ഷീന മാർട്ടിൻ ചേരുന്നു. ഷീന, പോസ്റ്റ്മോർട്ടം എപ്പോഴാണ് നടക്കുന്നത്? എങ്കിൽ മാത്രമായിരിക്കും ഈ മരണം സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുക. ഇപ്പോൾ പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്താണ്? ഈ ആത്മഹത്യക്ക് പ്രേരണയായത് എന്താണ് എന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. ഈ മനീഷിന്റെയും ശാലിനിയുടെയും മരണം ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ ഇപ്പോൾ ഉള്ളത്. ഒരു സഹോദരിയും കൂടി ഉണ്ടെന്ന് ഇവരറിയുന്നത് ഈ മനീഷ് എഴുതി വെച്ചിട്ടുള്ള കത്തിൽ നിന്നാണ്. ഈ കത്തിൽ നിന്ന് ഈ സഹോദരിയുടെ വിവരങ്ങൾ ലഭിക്കുന്നു. ഈ വിവരങ്ങൾ അനുസരിച്ച് സഹോദരിയെ ബന്ധപ്പെട്ടിട്ടുണ്ട്. സഹോദരി അബുദാബിയിലാണുള്ളത്. എത്രയും വേഗം എത്താനാണ് പോലീസ് സഹോദരിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സഹോദരി നാട്ടിലെത്തിയതിനു ശേഷം മാത്രമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. സഹോദരിയുടെ സാന്നിധ്യത്തിലായിരിക്കും ആ വീട് തുറന്ന് തുടർ പരിശോധനകളും പോലീസ് നടത്തുക. ഈ അമ്മയുടെ മരണത്തിലാണ് ഇപ്പോഴും ഒരു സംശയമുള്ളത്. അമ്മയുടേത് മരണമാണോ, ആത്മഹത്യയാണോ, അതോ കൊലപാതകമാണോ എന്നൊരു സംശയം പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊരു വ്യക്തത പോലീസിന് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ശാലിനിയുടെ പേരിൽ ഉണ്ടായിരുന്ന കേസ് അതുമായി ബന്ധപ്പെട്ടും പോലീസ് സംശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. CBI കോടതിയിൽ ശാലിനിയോട് ഹാജരാവാൻ ആവശ്യപ്പെട്ടിരുന്നത് 15-ാം തീയതിയായിരുന്നു. ഈ 15-ാം തീയതി ആണ് മരണം നടന്നതെന്നാണ് പോലീസ് നിലവിൽ സംശയിക്കുന്നത്. 11-ാം തീയതി മുതൽ അവധിയിലായിരുന്ന മനീഷ് 16-ാം തീയതി ആയിട്ടും ഓഫീസിലെത്തിയിരുന്നില്ല. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം 20-ാം തീയതി മനീഷിന്റെ സുഹൃത്തുക്കൾ അവിടെ വന്ന് ക്വാർട്ടേഴ്സിൽ വന്ന് അന്വേഷിക്കുന്നത്. അങ്ങനെയാണ് ഇത്തരത്തിൽ അവിടെ ഒരു മരണം നടന്നിട്ടുണ്ടെന്ന് തന്നെ ഇവർക്ക് മനസ്സിലാകുന്നത്. ഇത്തരത്തിൽ 15-ാം തീയതി ഈ പറഞ്ഞ 15-ാം തീയതി തന്നെ മരണം നടന്നിരിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. ശാലിനിയുടെ കേസ് മാനനഷ്ടം ഉണ്ടാക്കുമോ എന്ന ഭയമായിരിക്കാം ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലും പോലീസ് എത്തുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ പോലീസ് പറയുന്നത് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തത പോലീസിനില്ല. പോലീസിന് വ്യക്തത ഇല്ലാത്തതിന്റെ കാരണം ഇവർ ആരുമായും അടുപ്പം സൂക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ ആരോടും വിവരങ്ങൾ പങ്കുവെച്ചിട്ടില്ല. അയൽക്കാരോടോ അല്ലെങ്കിൽ ഓഫീസിലെ മറ്റു സുഹൃത്തുക്കളോടോ ജീവനക്കാരോടോ ഇത്തരത്തിൽ യാതൊരു കാര്യങ്ങളും തുറന്നു പറയാത്തതിനാൽ ഇക്കാര്യങ്ങളിൽ ഒന്നും തന്നെ പോലീസിന് വ്യക്തതയില്ല. കിട്ടിയ ചെറിയ അറിവുകളിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിൽ ഒരു കേസുണ്ട്, ആ കേസിന് പോകണമെന്ന് പറഞ്ഞ് ലീവിന് അപേക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു കേസിനെ കുറിച്ച് തന്നെ കൂടെയുള്ള സഹപ്രവർത്തകർക്കും പോലീസിനും ഇത്തരത്തിലൊരു അറിവ് ലഭിക്കുന്നത്. അങ്ങനെയാണ് പോലീസ് ഈ കേസിന്റെ സ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കുന്നത്. കേസ് ഇപ്പോൾ നിലനിൽക്കുന്നത് CBI കോടതിയിലാണ്. അതുകൊണ്ട് തന്നെ CBI കോടതിയിലായിരുന്നു ഹാജരാവാൻ ശാലിനിയോട് ആവശ്യപ്പെട്ടിരുന്നത്. അതിനെ തുടർന്നായിരിക്കുമോ ഇത്തരത്തിലൊരു മരണമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും ഈ 3 മരണങ്ങളുടെയും ദുരൂഹത നീക്കാൻ തന്നെയാണ് കേരള പോലീസ് ഇപ്പോൾ അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ലക്ഷ്മി. ഷീന മാർട്ടിൻ, കൊച്ചിയിൽ നിന്ന്.